ഹലോ ഡിയേഴ്സ്, ഇന്നെടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മലയാളം ഭാഗം 1 കേട്ടോ. അതിൽ പുതിയ ബുക്ക് മാറിയിട്ടുണ്ട്, 2024 ബുക്കാണ്. അപ്പോൾ കേരള പാഠാവലിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. അപ്പൊ എന്താണ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നാണ് അല്ലെ. മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുകയാണ് അല്ലെ. എന്താണ് മഴയും നോക്കി നമ്മളൊക്കെ ഇങ്ങനെ കൊലായിൽ ഇരിക്കുകയല്ലേ, തിണ്ണയിൽ ഇരിക്കാനുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കുമ്പോ എന്താണ് തൊട്ടടുത്ത മരക്കൊമ്പിൽ എന്താണ് ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുക മഴ കൊണ്ടിട്ട് അല്ലെ. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടയുന്നുണ്ട്. എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. എന്താണ് മഴക്കാഴ്ച ഈ പക്ഷിക്ക് ഒരു രസം തന്നെയാന്നുള്ളത് കാണിക്കുകയാണ് അല്ലെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്ക്. ഇതിലുള്ള ഏതൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ആ പക്ഷി മരത്തിന്റെ അവിടെ അങ്ങനെ നോക്കി ഇരിക്കുന്നത് രസമാണ് അല്ലെ. പിന്നെ മഴ പെയ്യുന്നത് രസമാണ്. പിന്നെന്താണ് ഇലകളുടെ മഴ അങ്ങനെ വരുന്നത് രസമാണ് അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. മഴവെള്ളം മണ്ണിൽ മറയുന്നു, അത് രസമാണ് അല്ലെ. ഇനി നോക്കൂ, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലെ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എന്താണ് മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങളാ കാണുന്നുണ്ടാവുക? നോക്കാം, നമുക്ക് കവിത വായിക്കാം. മണ്ണിന്റെ കിനാവുകൾ. മണ്ണിന്റെ കിനാവ് എന്താന്ന് നമുക്ക് നോക്കാം. മണ്ണിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. പൊൻവെയിലിൽ കുരുത്ത മൂക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തലാളിച്ചതിൻ ചന്തമാകി പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായിപ്പോഴും ചെറ്റി നിൽക്കും പനിനീർമലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചന്ദാരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തുമയേറിടും വാടാമലരുകൾ. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. ഭൂമി പാടുന്ന ശീലുകൾ നിറഞ്ഞതെന്ന് പി മധുസൂദനൻ എഴുതിയതാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? മണ്ണിന്റെ കിനാവുകളായി പറയുന്നത് ഈ മൂക്കുറ്റികൾ. നിങ്ങൾ ചെടി കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ മൂക്കുറ്റികള് എന്താണ് ഈ വെയിലിൽ കുരുത്താണ് അല്ലെ. വെയിലില് വന്നപ്പോ മൂക്കുറ്റികൾ ഉണ്ടായി അല്ലെ. പിന്നെ അതുപോലെ എന്താണ് തുമ്പകൾ ഉണ്ടായി അല്ലെ. തുമ്പ ചെടിനെ അറിയില്ലേ? ആ തുമ്പകളും, പൂനിലാവ് പറഞ്ഞ പൂത്തുമ്പകളും, സന്ധ്യ നെഞ്ചത്തെടുത്ത ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ അല്ലെ. അപ്പൊ എന്തൊക്കെയാ മൂക്കുറ്റികളും പൂത്തുമ്പകളും ജമന്തികളൊക്കെ എന്താണ് മണ്ണിലുണ്ട് അല്ലെ. പിന്നെയോ മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ അല്ലെ. കോളാമ്പി പൂവില്ലേ, അതിനെയാണ് വിവരിച്ചിരിക്കുന്നത് അല്ലെ. മഞ്ഞ നക്ഷത്രം പോലെ എന്താണ് വേലിയിലാണ് ഈ കോളാമ്പികൾ ഉണ്ടാകുന്നത് അല്ലെ. അതെന്താ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, മഞ്ഞ കോളാമ്പികൾ അല്ലെ. പിന്നെ കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ അല്ലെ. പനിനീർ മലരുകൾ എന്താണ് നല്ല സ്മെല്ലാണ് അല്ലെ പനിനീറിന് അല്ലെ. റോസാപ്പൂ അല്ലെ. പനിനീറിന് എന്താണ് നല്ല എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ അല്ലെ. മുല്ലകളും ചെന്താരുകളും, ഭൂമി ചാർത്തിയ കുങ്കുമ പുട്ടുപോൽ തുമേറിടും വാടാമലരുകൾ. ഇതൊക്കെ ഉണ്ട് അല്ലെ ഭൂമിയില്. ഈ പൂക്കളൊക്കെ ഉണ്ട്.
പിന്നെയോ പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും അല്ലെ. ഈ ഭൂമിയിൽ ഒരുപാട് പൂക്കൾ എന്താണ് പിറക്കുന്നുണ്ട് അല്ലെ. നിത്യവും ദിവസവും എന്താണ് ഓരോ പൂക്കൾ ഉണ്ടാകുന്നില്ലേ, വെറൈറ്റി പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ അല്ലെ. എന്താണ് ആ പൂക്കളിൽ നീല കളറുള്ളതുണ്ട് അല്ലെ, മിഴികളിലുള്ളവരുണ്ട്. പിന്നെ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവരുണ്ട്. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നുണ്ട് അല്ലെ. ഏത് ഇരുട്ടിലും എന്താണ് മന്ദഹസിക്കുന്നുണ്ട് അല്ലെ. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകളാണ് അല്ലെ. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകളാണ് അല്ലെ. അപ്പൊ പൂക്കളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതാണ് ഭൂമിന്റെ കിനാവുകൾ അല്ലെ. അപ്പൊ പി മധുസൂദനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഈണത്തിൽ താളത്തിൽ അല്ലെ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കുക. എന്താ ചെയ്യേണ്ടത്? ഈ കവിത 1-2 തവണ ഇത് എന്താണ് മൗനമായി വായിക്കുക. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ എന്താക്കുക, ചൊല്ലി അവതരിപ്പിക്കുക. ഇഷ്ടപ്പെട്ട താളത്തിൽ എന്താക്കുക, ഈണത്തിൽ നിങ്ങൾക്ക് എന്താക്കുക ഈ കവിത ചൊല്ലി അവതരിപ്പിക്കുക. ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ പാടുന്നത് എന്നുള്ളത് മറ്റു ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. പല ഈണത്തിൽ നമുക്കിത് പാടാൻ പറ്റും അല്ലെ. അപ്പൊ ടീച്ചർ പാടിയ ഈണം കണ്ടില്ല, ഇതുപോലെ അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ കവിതകൾ പാടാൻ കഴിയും. ഓക്കെ, അതങ്ങനെ നിങ്ങൾ പാടാം. ഓക്കെ, അതിൽ നോക്കാം. പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങൾ വരച്ച് പേരെഴുതുക. ഒരുപാട് എന്താണ് പൂക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. മൂക്കുറ്റികളെ കുറിച്ച്, തുമ്പകളെ കുറിച്ച്, ജമന്തികൾ അല്ലെ, കോളാമ്പി പൂക്കൾ, പനിനീർ മലരുകൾ അല്ലെ, പിന്നെ കുരുക്കുത്തി മുല്ല, ചെന്താര്, പിന്നെ വാടാമലരുകള് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ എന്താക്കുക വരച്ചിട്ട് നിങ്ങൾ അതിന്റെ പേര് എഴുതി വെക്കുക കേട്ടോ. പിന്നെന്താണ് കുറെ പേരുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ എഴുതുക കേട്ടോ. പിന്നെന്താ അവിടെ പറയുന്നത്, അതിന്റെ വരച്ചിട്ട് അതിന്റെ പേര് എഴുതി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുകയും ചെയ്യുക. നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് എന്താക്കുക പൂക്കളുടെ ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കുക. ഇനി നമുക്കും പൂക്കളാകാം. ഈ നമുക്കും പൂക്കളാകാം എങ്ങനെ നോക്കൂ. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറുക നിങ്ങൾ. അപ്പോൾ എന്താണ് ഒരു ടീം എന്താക്കുക റോസാപ്പൂ, ഒരു ടീം മുല്ലപ്പൂ, ഒരു ടീം എന്താ ജമന്തിപ്പൂ അല്ലെ. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായി മാറുക. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്കിപ്പോ എന്താണ് പനിനീർപ്പൂവാണ് കിട്ടിയെങ്കിൽ ആ ലൈന് നമ്മൾ കണ്ടല്ലോ അല്ലെ. എവിടെയാണ് പനിനീർപ്പൂവാണ് കിട്ടിയെങ്കിൽ ഇവിടെതാ ഇതവിടെ. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ അല്ലെ. ഇപ്പൊ പനിനീർ പൂവാണ് കിട്ടിയെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി എന്താണ് കോളാമ്പി പൂവാണ് കിട്ടിയെങ്കിൽ എന്താണ് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇനി നിങ്ങൾക്ക് കിട്ടിയത് തുമ്പയാണെങ്കിലോ അതാ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ അല്ലെ. മൂക്കുറ്റിയാണെങ്കിൽ പൊൻവെയിലിൽ കുരുത്ത മൂക്കുറ്റികൾ. ഇനി നിങ്ങൾക്ക് കിട്ടിയ ജമന്തി ആണെങ്കിലോ സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ അല്ലെ. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, എന്താണ് അത് ആ ലൈൻ എടുത്ത് എഴുതാനാണ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ലൈന് എന്താണ് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള വരി കണ്ടെത്തി അവതരിപ്പിക്കാൻ പറയാനാണ് പറയുന്നത് കേട്ടോ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനി ഓർത്ത് ചെല്ലാം. നിങ്ങൾ ഓർത്ത് ചെല്ലുക. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? ഏത് പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞത്? ഏതാലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓർത്ത് നോക്കാതെ പറഞ്ഞ മൂക്കുറ്റികൾ അല്ലെ. ഇനി ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്ത് ചെല്ലുക. ഇനി ഓരോ പൂവിനെ കുറിച്ച് നിങ്ങൾ അവിടെ പറയുന്നില്ലേ, അതൊക്കെ ഓർത്ത് ചെല്ലുക കേട്ടോ. കോളാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെന്താണ് ജമന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, തുമ്പേനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അതൊക്കെ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ എന്താണ് ഓർത്ത് ചെല്ലുക. ഓക്കെ, പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. അതാണ് ലാസ്റ്റ് ലൈൻ അല്ലെ. പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. പൂക്കളെ കുറിച്ച് പൊതുവായി പറയുന്ന കാര്യം എന്താന്നുള്ളത് കണ്ടെത്തി എഴുതുക. എന്താണ് പൊതുവായി പറയുന്നത്? ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ അല്ലെ. അതാണ് പൊതുവായി പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പൊതുവായി പറയുന്നത് കേട്ടോ. ഈ പൂക്കളും നമ്മളുമാണ്. നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ അല്ലെ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇതല്ലാതെ നിങ്ങൾക്ക് പൂക്കളെ കുറിച്ചിട്ട് പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എഴുതുക കേട്ടോ. ഇനി ആസ്വാദന കുറിപ്പിലേക്ക്. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ പൂർത്തിയാക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്താക്കുക,
താഴെ കൊടുത്തത് അത് എന്താണ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ, മുഴുവനാക്കുക. കവിയെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഇവിടെ എഴുതുക, കവിതേൻ്റെ പേര് ആദ്യം ഇവിടെ എഴുതുക കേട്ടോ എന്നിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എഴുതുക, പിന്നെ അതിൽ വരുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക, പിന്നെ സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതുക, പിന്നെ സമാനാശയമുള്ള മറ്റ് കവിതകളിലെ വരികൾ എഴുതുക. ഓക്കെ, അതൊക്കെ എഴുതുക. ദെൻ മനോപടത്തിന്റെ സഹായത്തോടെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നല്ലൊരു പേര് നൽകുമല്ലോ, നല്ലൊരു പേര് നൽകിയിട്ട് നിങ്ങൾക്ക് എന്താക്കുക, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. എന്താണ് ചുമർ പത്രിക തയ്യാറാക്കുന്നത്? കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കവിതയിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, വേറെ വിവരങ്ങളൊക്കെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളും പിന്നെ നിങ്ങൾ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് എന്താക്കുക, നിങ്ങൾ എന്താക്കുക, ആ ഗ്രൂപ്പിൽ ഒരു ഇതിടുക. എന്താണ്, ഓരോ ചുമർ പത്രിക തയ്യാറാക്കി നിങ്ങൾ ഗ്രൂപ്പിന് പേരിടുക. എന്താ, ഞങ്ങളുടെ മൂക്കുറ്റിയാണെങ്കിൽ ഞങ്ങളുടെ മൂക്കുറ്റി എന്ന് എഴുതുക. ഇനി ഞങ്ങളുടെ ജമന്തിന്റെ ടീമാണെങ്കിൽ ഞങ്ങളുടെ ജമന്തി എന്ന് എഴുതുക. അങ്ങനെ തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക എന്താക്കുക, തയ്യാറാക്കുക. എന്നിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക കേട്ടോ. ഓക്കെ, ഇനി മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്ന് കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തുക. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം കേട്ടോ. വായനാവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. എന്താണ്, പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തിയിട്ട് എന്താക്കുക, നോട്ട് പുസ്തകത്തിൽ എഴുതുക. എന്നിട്ട് എന്താക്കുക, കവിതകൾ സംഘമായി ചെല്ലുക. വായനാവാരവുമായി ബന്ധപ്പെട്ട് പരിപാടികളിൽ ഈ കവിതകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഒരു തൈ നടാമെന്നാണ് അല്ലെ. ഈ കവിത ഭാഗം വായിക്കൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗതകുമാരിന്റെ എഴുതിയാണല്ലേ. അപ്പൊ നമ്മളെന്താണ് പരിസ്ഥിതി ദിനത്തിന്റെ ടൈമിലൊക്കെ ഈ പാട്ട് നല്ലോണം കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഈ തന്നെ. അത് എന്താണ്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടൊരു പാട്ട്. നിങ്ങൾ ചോദിച്ചാൽ ഈ പാട്ട് പാടാം കേട്ടോ. അപ്പൊ ഇത് സുഗതകുമാരി എഴുതിയതാണ് കേട്ടോ. അപ്പം കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? എന്താ, നമുക്കൊരു തൈ നടാമെന്നാണ് അല്ലേ. ആർക്കൊക്കെ വേണ്ടിയാ? നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അല്ലേ. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി തൈ നടാം. അതുപോലെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ട്, 100 കിളികൾക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താക്കുക, ഒരു തൈ നടാം അല്ലേ. ഇതെന്തിനാണ്? ഇത് നമ്മളെ പ്രാണവായുവിനാണ് അല്ലേ. പിന്നെ അതുപോലെ മഴയ്ക്കായിട്ടാണ്. മഴ കിട്ടണമെങ്കിൽ മരങ്ങൾ വേണം അല്ലേ. പിന്നെ അഴകിനും തണലിനും തേൻ പഴങ്ങൾക്കൊക്കെ എന്താണ്, നമുക്ക് 100 തൈകൾ നടാമെന്നാണ് അല്ലേ പറയുന്നത്. ഓക്കെ, ഇനി വീട്. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, ഇത് മലയാളമാണ്, സിമ്പിളാണ്. നമുക്കിത് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയാണ് മലയാളം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളെ ഭാവനയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾ വേറെ കോപ്പി അടിച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് ഇതൊന്ന് മനസ്സിലായത്, ഈ പാടത്തുനിന്ന് മനസ്സിലായ സംഭവങ്ങളൊക്കെ എന്താക്കുക, നിങ്ങൾ സ്വന്തം എഴുതുക കേട്ടോ. അപ്പം നമുക്ക് എന്താവുള്ളൂ, നമുക്ക് സ്വയം എഴുതാനും അതുപോലെ നമുക്ക് ചിന്തയൊക്കെ വരണ്ടേ. അപ്പം നിങ്ങൾ എന്താക്കുക, ചിന്തയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ചിന്തിച്ചിട്ടും അതുപോലെ ഇവർ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ലൈബ്രറിയിൽ നിന്നൊക്കെ നോക്കിയിട്ട് എന്താണ് അതിനൊക്കെ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്താനാ പറഞ്ഞ കവിതകളൊക്കെ അല്ലേ, ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്